വത്തിക്കാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബ്രദർ ജോബൻ എലോഹിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബ്രദർ ഏകദേശം 1.5 വർഷത്തോളമായി അവിടെയുണ്ട്. വത്തിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഉർബൻയാനയിലെ തിയോളജി വിദ്യാർത്ഥിയാണ് ബ്രദർ ജോബൻ എലോഹിം. ബ്രദറിന്റെ വാക്കുകളിലേക്ക്. ടോബിൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മോണ്ടളത്തിലാണ്. ഇവിടെ ധാരാളം പേരാണ് ഇപ്പോൾ ക്യൂ നിൽക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് വൈകുന്നേരം 7 മണി വരെ മാത്രമാണ് ഇന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിൽ വെച്ച് കർദിനാളന്മാരുടെ കമർലംഗോ ആയിരിക്കുന്ന കർദിനാൾ കെവിൻ ഫാരലിന്റെ നേതൃത്വത്തിൽ നടക്കും. അതിനുശേഷം മൃതശരീര പേടകം അടച്ചു മുദ്ര വെക്കപ്പെടും. പിന്നീട് ആർക്കും മൃതശരീരം കാണുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ തന്നെ 5 മണിയോടെ സ്ക്വയറിൽ നിന്ന് ആളുകളെ കയറ്റിവിടുന്നത് നിർത്തും എന്നാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ മാധ്യമ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. അഭൂതപൂർവമായ വലിയ ജനത്തിരക്കാണ് ഇവിടെ ഉള്ളത്. മണിക്കൂറുകൾ കാത്തു നിന്നാൽ പോലും ബസിലിക്കയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറും അതുപോലെ സ്ക്വയറിന് വെളിയിലുള്ള എല്ലാ റോഡുകളും നിറഞ്ഞു കവിയുന്ന തരത്തിലുള്ള വലിയ ജനപ്രവാഹമാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും തങ്ങളുടെ വത്സല പിതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ന് ഇറ്റലിയെ സംബന്ധിച്ചോളം ഇറ്റലിയുടെ റിപ്പബ്ലിക് ഡേ ആണ്. പരിശുദ്ധ പിതാവിന്റെ വേർപാടിനെ തുടർന്ന് ആഘോഷ പരിപാടികൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി ലോക നേതാക്കൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കം ഉള്ള ലോക നേതാക്കൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പോലീസ് ബന്ദോബസ്തും ഇവിടെ ഉണ്ട്. അതീവ സുരക്ഷാ മേഖലയാണ് ഇത്. ഒത്തിരിയധികം വിശ്വാസികൾ ഓരോ മണിക്കൂറുകളിലും അനേകായിരങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുക്കർമ്മങ്ങളോടെ പരിശുദ്ധ പിതാവിന്റെ മൃത സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. പരിശുദ്ധ ബലിയോടുകൂടിയാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. പരിശുദ്ധ ബലിയെ തുടർന്ന് വിടവാങ്ങൽ ശുശ്രൂഷ, അതിനുശേഷം ബസിലിക്കയുടെ ഉള്ളിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുകയും അവിടെ നിന്ന് മേരി മേജർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ കബറടക്കുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ മാധ്യമ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. കർദിനാളന്മാരുടെ സമ്മേളനം, ഇന്നത്തെ സമ്മേളനവും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ ക്രമീകരണങ്ങളോടെയാണ് നടക്കുന്നത്. പക്ഷേ എല്ലാറ്റിനും ഉപരി വലിയൊരു ജനപ്രവാഹം തന്നെയാണ്. പ്രതീക്ഷിച്ചതിലധികം ആളുകളാണ് തങ്ങളുടെ വത്സല പിതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വത്തിക്കാനിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഈ പുതിയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത് ബ്രദർ ജോബൻ എലോഹിമാണ്. ദൈവത്തിന് സ്തുതി.